Bharatiyar University, Distance Education, BA English, 3rd year. Core paper number 7, Indian Writing in English. ഇതിൽ പോയട്രി കൊടുത്തിട്ടുണ്ട്, ലിറ്റററി ഫോംസ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ റൈറ്റേഴ്സ് ദെയർ പൊസിഷൻസ് ഇൻ ദ ലിറ്റററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, അതുപോലെ ഡ്രാമ, ഫിക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോർ പേപ്പർ നമ്പർ 7 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഒരു ബുക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിൽ പറയുന്നത് പോയട്രിയാണ്. കുറച്ച് പോയറ്റ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പോയംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ ഒരു പാഠത്തിനകത്ത്. പോയറ്റ്സ് കോർണർ. ഓക്കെ, പോയട്രി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. പോയട്രി, one of the most popular definitions remains that made by William Wordsworth in the introduction to the second edition of Lyrical Ballads in 1802. Poetry is the spontaneous outflow of powerful feelings. It takes its origins from emotion recollected in tranquility. 1802 ലിറിക്കൽ ബലാഡ്സിൻ്റെ സെക്കൻഡ് എഡിഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ വില്യം വേർഡ്സ്വർത്ത് പോയട്രി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ഡെഫിനിഷൻ ഏതാണെന്ന് വെച്ചാൽ, പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഔട്ട്ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻസ് ഫ്രം ഇമോഷൻ റികളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. ഇത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മളിത് ഒന്ന് ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണിത്. പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഔട്ട്ഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. പോയട്രി എന്ന് പറയുന്നത് പവർഫുൾ ഫീലിങ്സിൻ്റെ, നമ്മുടെ വികാരങ്ങളുടെയൊക്കെ ഒരു സ്പോണ്ടേനിയസ് ഔട്ട്ഫ്ലോ ആണ്. ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു ഔട്ട്ഫ്ലോ, പുറന്തള്ളലാണ്. അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഉത്ഭവം ട്രാൻക്വിലിറ്റിയിൽ നിന്നും റീകളക്റ്റ് ചെയ്ത ഇമോഷൻസിലാണ്. ശാന്തതയിൽ നിന്നും ഓർത്തെടുത്ത വികാരം. ട്രാങ്ക്വിലിറ്റി വേർഡ് മീനിങ് ശാന്തത. അപ്പോൾ പോയട്രിയുടെ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക കേട്ടോ. എ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഇൻ വിച്ച് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ കോമ്പാക്റ്റ്, ഇമാജിനേറ്റീവ് ആൻഡ് ഓഫൻ മ്യൂസിക്കൽ ലാംഗ്വേജ്. Poetry in general seems to have sprung from two causes, each of them lying deep in our nature. First, the instinct of imitation is implanted in man from childhood. One difference between him and other animals being that he is the most imitative of living creatures, and through imitation learns his earliest lessons. And no less universal is the pleasure felt in things imitated. We have evidence of this in the facts of experience. Objects which in themselves we view with pain, we delight to contemplate when reproduced with minute fidelity, such as the forms of the most ignoble animals and of dead bodies. The cause of this again is that to learn gives the liveliest pleasure not only to philosophers but to men in general, whose capacity, however, of learning is more limited. Thus the reason why men enjoy seeing a likeness is that in contemplating it they find themselves learning or inferring, and saying perhaps, that is he. For if you happen not to have seen the original, the pleasure will be due not to the imitation as much, but to the execution, the coloring, or some such other cause. അപ്പം ഈ പോയട്രി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ, അത് ഐഡിയാസും ഫീലിങ്സും, ആശയങ്ങളും വികാരങ്ങളും കോമ്പാക്റ്റഡ് ആയിട്ടുള്ള, ഒതുക്കമുള്ളതായതും, ഇമാജിനേറ്റീവ്, ഭാവനാത്മകവും, അതുപോലെ സംഗീതാത്മകമായ ഭാഷയിൽ പ്രകടിപ്പിക്കുന്നതുമാണ്. ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറാണ്, ഒരു തരം സാഹിത്യമാണ് പോയട്രി.
പോയട്രി അല്ലെങ്കിൽ കവിത പൊതുവെ 2 കാരണങ്ങളാൽ ഉടലെടുത്തതായി കരുതപ്പെടുന്നു. അവ ഓരോന്നും നമ്മുടെ നേച്ചറിൽ, നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞ് കിടക്കുന്നുണ്ട്, ആഴത്തിൽ അലിഞ്ഞ് കിടക്കുന്നുണ്ട്. ആദ്യത്തേത് അനുകരണം എന്ന് പറയുന്നത്, ഇമിറ്റേഷൻ. അത് മനുഷ്യനിലെ ചൈൽഡ്ഹുഡ് മുതൽ, കുട്ടിക്കാലം മുതലേ ഇംപ്ലാന്റഡ് ആണ്, സന്നിവേശിപ്പിക്കപ്പെട്ടതാണ്. അവനും മറ്റൊരു മൃഗവും തമ്മിലുള്ള വ്യത്യാസം ലിവിങ് ക്രിയേച്ചേഴ്സിൻ്റെ ഇമിറ്റേഷനാണ്. അത് കൂടുതലായിട്ട് ചെയ്യുന്നത്, ആ ഒരു അനുകരണം കൂടുതലായിട്ട് ചെയ്യുന്നത് മനുഷ്യനാണ്. അനുകരണത്തിലൂടെ അവന് കിട്ടുന്ന ഒരു പ്ലഷർ, സന്തോഷം, അത് ചെറുതല്ല. വി ഹാവ് എവിഡൻസ് ഓഫ് ദിസ് ഇൻ ദ ഫാക്ട്സ് ഓഫ് എക്സ്പീരിയൻസ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇതിനുള്ള ഒരു എവിഡൻസ് ഉണ്ട്, തെളിവുണ്ട്. നാം വേദനയോടെ വീക്ഷിക്കുന്ന വസ്തുക്കൾ, ഏറ്റവും നിന്ദ്യരായ മൃഗങ്ങളുടെയും ശവകുടീരങ്ങളുടെയും പോലെയൊക്കെയുള്ള രൂപങ്ങൾ, അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നു. ഈ ശവകുടീരങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഡെഡ് ബോഡീസ് എന്നാക്കാം, മൃതദേഹങ്ങൾ എന്നും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അധികമായിട്ടുണ്ടാക്കുന്നത് ഒരു ശവകുടീരത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു വേദന എന്നൊക്കെയാണല്ലോ. ഒരു മരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേദന എന്നുള്ള തരത്തിലാണല്ലോ. അപ്പം അതിൽ നമ്മൾ പലരും ഒരു പോയറ്റിക്കായിട്ടാണ് അതും പറയുന്നത്. നമ്മളതിലും ആഹ്ലാദം കണ്ടെത്തുന്നുണ്ട് എന്നുള്ള തരത്തിൽ. അടുത്തത് പറയുന്നത് രണ്ടാമത്തെ ആ ഒരു കോഴ്സാണ്. ആദ്യത്തെ കോഴ്സ് ഇമിറ്റേഷൻ മനുഷ്യരിൽ ഇംപ്ലാന്റഡ് ആണ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കോഴ്സ് ഫിലോസഫേഴ്സിന് മാത്രമല്ല, തത്വചിന്തകർക്ക് മാത്രമല്ല, പൊതുവെ പഠനശേഷി കൂടുതൽ പരിമിതമായ ആളുകളിലും പഠിക്കുന്നത് സജീവമായ ആനന്ദം നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ എറ ഓഫ് ഇന്ത്യൻ റിനസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ യുഗം, യുഗം. ഇൻ ദ സ്ഫിയർ ഓഫ് ഇൻഡോ-ആംഗ്ലിയൻ പോയട്രി, the era of Renaissance may also be termed the Age of Deaths because of the two sisters Arudath and Torudath, and the renounced intellectual Ramesh Chandra Dutt dominated the poetical scene of this period. Torudath had a different order of intellect and exhibited great ability and originality in bringing Indo-Anglian poetry on a high level of poetic excellence. She had remarkable command over English as none of her predecessors had. She could successfully use English language to express varied human emotions. In her finest work, The Ancient Ballads and Legends of the Hindustan, she glorified the cultural heritage of India and imparted Vedic solemnity and simplicity to her poetry. Toru Dutt was a promising and talented poetic artist among 19th century Anglo-Indian poets. She has no parallel and a few peers in narrative and descriptive verse. അപ്പം ആംഗ്ലോ ഇന്ത്യൻ അല്ലെങ്കിൽ ഇൻഡോ ആംഗ്ലിയൻ കവിതാ മേഖലയിൽ പോയട്രി സ്ഫിയർ എന്ന് വെച്ചാൽ പോയട്രി മേഖല അത് തന്നെ. അതിൽ റിനേസൻസിൻ്റെ എറ, ആ ഒരു നവോത്ഥാന യുഗത്തിനെ ശരിക്കും അത് ഇങ്ങനെയും കൂടി പറയാം, ദ ഏജ് ഓഫ് ദത്ത്, ദത്തുകളുടെ ഏജ്, ദത്തുകളുടെ കാലഘട്ടം എന്നുള്ളതും വേണമെങ്കിൽ പറയാം. കാരണം 2 സിസ്റ്റേഴ്സ് അരുദത്ത് ആൻഡ് തോരുദത്ത് ഈ കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ പോയട്രിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന 2 പേരാണ്, 2 സിസ്റ്റേഴ്സാണ് അരുദത്തും തോരുദത്തും. അതുപോലെ അതിലുള്ള മറ്റൊരാളാണ് റോമേഷ് ചന്ദ്രദത്ത്, അതും ദത്താണ്. ആ ഒരു ഏജ് ഓഫ് ദത്ത് എന്ന് പറയുന്ന, ദത്തുകളുടെ കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന, ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന 3 പേരാണ് 2 സിസ്റ്റേഴ്സായിട്ടുള്ള അരുദത്തും തോരുദത്തും, അതുപോലെ റോമേഷ് ചന്ദ്രദത്ത്.
തൊരൂദത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഓർഡർ ഓഫ് ഇൻ്റലക്റ്റ്, ഒരു വ്യത്യസ്തമായ ഒരു ബുദ്ധിക്രമം, അല്ലെങ്കിൽ അവരുടെ കവിതകൾക്ക് ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. കൂടാതെ ആംഗ്ലോ ഇന്ത്യൻ കവിതയെ കാവ്യാത്മക മികവിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മികച്ച കഴിവും മൗലികതയും പ്രകടിപ്പിച്ചു ഈ തൊരൂദത്ത്. അവർക്ക് ഇംഗ്ലീഷിൽ അസാമാന്യമായ ഒരു പ്രാവീണ്യമുണ്ടായിരുന്നു. അവരുടെ മുൻഗാമികൾക്ക് ഇല്ലാത്ത അത്രയും, അതിനേക്കാളും കൂടുതലായിട്ടൊരു ഇംഗ്ലീഷിൽ അസാമാന്യമായ ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു. പ്രെഡിസസർ വേർഡ് മീനിങ് മുൻഗാമി. ഈ തൊരൂദത്തിൻ്റെ ഒരു ഫൈനസ്റ്റ് വർക്കായ, ഒരു മികച്ച കൃതിയായ ദ ആൻഷ്യൻറ്റ് ബല്ലാഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ആ ഒരു ബുക്കിൽ ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പൈതൃകത്തിനെ, ഇന്ത്യയുടെ സംസ്കാരത്തെയൊക്കെ മഹത്വവൽക്കരിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ അവളുടെ പോയട്രിക്ക് സിംപ്ലിസിറ്റി, ലാളിത്യവും സോളംനിറ്റിയും, വേദിക് സോളംനിറ്റി, വേദഗാംഭീര്യവും ആ ഒരു കൃതിക്ക് നൽകിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ആംഗ്ലോ ഇന്ത്യൻ കവിതകളിലെ വളരെയധികം കഴിവുള്ള ഒരു പോയറ്റിക് ആർട്ടിസ്റ്റ് ആയിരുന്നു തൊരൂദത്ത്. പാരലായിട്ട് ഒരാളില്ലാത്ത, അതായത് സമാനതകളില്ലാത്ത ഒരു പോയറ്റായിരുന്നു തൊരൂദത്ത്. ആഖ്യത്തിലും വിവരാത്മകത്തിലും അവൾക്ക് കുറച്ച് പിയേഴ്സ് ഉണ്ട്. പിയേഴ്സ് എന്ന് വെച്ചാൽ സഹപാഠികൾ, പിയർ കൂട്ടം ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, ദ എറ ഓഫ് പൊളിറ്റിക്കൽ അവേക്കനിങ് ഓർ ഗാന്ധിയൻ എറ. രാഷ്ട്രീയ ഉണർവിൻ്റെ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ യുഗം. ദ പോയട്രി ഓഫ് ദിസ് പീരീഡ് ഈസ് സഫേസ്ഡ് with intense patriotism and poetical awareness. The stalwarts of 20th century pre-independence Indo-Anglian poetry, Rabindranath Tagore, Sarojini Naidu, Sri Aurobindo and H.N. Chattopadhyaya belong to this period. Since Tagore, Naidu and Aurobindo are dominant poets of this period, we call this period as the age of Tagore, Naidu and Aurobindo. അപ്പോൾ പൊളിറ്റിക്കൽ അവേക്കനിങ് എറ, രാഷ്ട്രീയ ഉണർവിൻ്റെ യുഗം അല്ലെങ്കിൽ ഗാന്ധിയൻ എറ, ഗാന്ധിയൻ യുഗം. ഈ ഒരു കാലഘട്ടത്തിലെ പോയംസിൽ ഉണ്ടായിരുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള, തീവ്രമായിട്ടുള്ള പാട്രിയോട്ടിസവും പോയറ്റിക്കൽ അവയർനെസ്സുമായിരുന്നു. പാട്രിയോട്ടിസം എന്ന് വെച്ചാൽ ദേശഭക്തി. 20-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള സ്റ്റാൾവാർട്സ്, അതായത് ധീരന്മാർ, സ്റ്റാൾവാർട്സ് വേർഡ് മീനിങ് ധീരന്മാരാണ്. അതിൽ രവീന്ദ്രനാഥ ടാഗോർ, സരോജിനി നായിഡു, ശ്രീ അരബിന്ദോ, H.N. ചതോപാധ്യായ, ഈ 4 പേരാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ഗാന്ധിയൻ എറയിലെ പോയറ്റ്സ്. ആ കാലഘട്ടത്തിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള, പ്രമുഖരായിട്ടുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ പോയറ്റ്സ് ആയിരുന്നു ടാഗോർ, നായിഡു, അരബിന്ദോ. അതായത് രവീന്ദ്രനാഥ ടാഗോർ, സരോജിനി നായിഡു, അരബിന്ദോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനെ ഏജ് ഓഫ് ടാഗോർ, നായിഡു ആൻഡ് അരബിന്ദോ എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ. നെക്സ്റ്റ്, സരോജിനി നായിഡു. Sarojini Naidu, the Nightingale of India, occupies a unique place in Indo-Anglian poetry. Her early poetry is mostly imitative of English poets Shelley, Keats, and the pre-Raphaelites. It was artificial and stilted. Her poems seal the aroma of the Indian atmosphere. She has given poetic and picturesque expression to the India of temples, wandering pilgrims and singers, palanquin bearers, grinders and weavers. Sarojini Naidu is a lyric poet par excellence in Indo-Anglian poetry. Due to her flawless poetic art, 3 of her poems, The Soul's Prayer, To a Buddha Seated on a Lotus, and In Salutation to External Peace,
have been included in the Oxford Book of English Mystical Verse. അപ്പോൾ സരോജിനി നായിഡുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ രാപ്പാടി എന്നറിയപ്പെടുന്ന പോയറ്റാണ് സരോജിനി നായിഡു. അവർ ഇൻഡോ ആംഗ്ലിയൻ പോയട്രിയിലെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്ലേസ് ഉള്ള ആളാണ് സരോജിനി നായിഡു. ഒരു അതുല്യമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ് സരോജിനി നായിഡു. ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നാണ് സരോജിനി നായിഡുയുടെ വിശേഷണം. അവരുടെ ആദ്യകാലത്തുള്ള കവിതകളൊക്കെ ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും പ്രീ റഫലൈറ്റ്സിൻ്റെയും ഒക്കെ ഒരു കവിതകളുടെ ഇമിറ്റേറ്റീവ് പോലെയായിരുന്നു, ഒരു അനുകരണം പോലെയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന കവിതകൾ. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് PB ഷെല്ലി, അതുപോലെ കീറ്റ്സ്, ഇതൊക്കെ മാത്രമല്ല സരോജിനി നായിഡുയുടെ തന്നെ പലാങ്ക്വിയൻ ബിയറേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. സരോജിനി നായിഡുവിൻ്റെ ആദ്യകാലത്തെ ഏർലി പോയട്രികൾ ഇംഗ്ലീഷ് പോയറ്റ്സായ ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും പ്രീ റഫലൈറ്റ്സിൻ്റെയും ഒക്കെ ഇമിറ്റേഷനായിരുന്നു. അത് ആർട്ടിഫിഷ്യലായിരുന്നു, കൃത്രിമമായിരുന്നു, അതുപോലെ സ്റ്റിൽറ്റഡ് ആയിരുന്നു, ചെരിഞ്ഞതായിരുന്നു. അവളുടെ കവിതകളിൽ ഇന്ത്യൻ അറ്റ്മോസ്ഫിയറിൻ്റെ അരോമ മുദ്രകുത്തുന്നു. അതായത് ഇന്ത്യൻ കാലാവസ്ഥയുടെ, ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും അത് മുദ്രകുത്തുന്നുണ്ട് അവരുടെ പോയങ്ങളിൽ. ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ, വാണ്ടറിങ് പിൽഗ്രിംസ്, അലഞ്ഞു തിരിയുന്ന പിൽഗ്രിംസ്, തീർത്ഥാടകർ, അതുപോലെ സിംഗേഴ്സ്, ഗായകർ, പലാങ്ക്വിൻ ബിയറേഴ്സ്, പല്ലക്ക് ചുമക്കുന്നവർ, ഗ്രൈൻഡർമാൻസ്, വീവേഴ്സ്, നെയ്ത്തുകാർ, ഇവരൊക്കെ ഈ സരോജിനി നായിഡുയുടെ കവിതകളിലായിട്ട് തെളിയുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പിക്ചേഴ്സ് ക്യൂ കൊടുക്കുന്നുണ്ട്. സരോജിനി നായിഡു ആംഗ്ലോ ഇന്ത്യൻ പോയറ്റ്സിലെ ഒരു എക്സലൻറ്റ് പോയറ്റാണ്. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സലൻസിക്ക്, പോയറ്റ് കാർട്ടിലുള്ള അവരുടെ ആ ഒരു എക്സലൻസി കാരണമായി അവരുടെ 3 കവിതകളും ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് മിസ്റ്റിക്കൽ വേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയാണ് ആ 3 കവിതകൾ എന്നുള്ളത് പറയുന്നുണ്ട്. ദ സോൾസ് പ്രെയർ ടു എ ബുദ്ധ സീറ്റഡ് ഓൺ എ ലോട്ടസ്, ഇൻ സാല്യൂട്ടേഷൻ ടു എക്സ്റ്റേണൽ പീസ്. ഈ 3 കവിതകൾ ദ ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് മിസ്റ്റിക്കൽ വേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ എറ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ ദ മോഡേൺ എറ. സ്വാതന്ത്ര്യത്തിൻ്റെ യുഗം അല്ലെങ്കിൽ ആധുനിക യുഗം. The body of Indo-Anglian poetry has certainly been greater in this period than in any preceding epoch. The poetry of this period ranges from personal emotion and lyricism to complex linguistic experiments, dry intellectual tone, pungent satire, and nursery rhyme. In the poetry of this epoch, the poets desire to discover a new idiom. The poets do not slavishly imitate English and American poets in respect of style, diction, and technique. Their main aim is to make poetry modern. The modern Indo-Anglian poets, Dom Marias, Nissim Ezekiel, P. Lal, Kamala Das, Ken Daruvala, and A.K. Ramanujam form a distinctive group. അപ്പം ദ എറ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെ യുഗം, അല്ലെങ്കിൽ ദ മോഡേൺ എറ, ആധുനിക യുഗം. ഇൻഡോ ആംഗ്ലിയൻ കവിതകളുടെ രചന അല്ലെങ്കിൽ കവിതകളുടെ ഭാഗം മറ്റ് പീരീഡുകളിലുള്ളതിനേക്കാൾ, മറ്റ് കാലഘട്ടങ്ങളിലുള്ളതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളത്. ഈ കാലഘട്ടത്തിലെ പോയട്രികൾ പേഴ്സണൽ ഇമോഷനും ലിറിസിസവും മുതൽ, അതായത് വ്യക്തിഗത വികാരങ്ങളും ലിറിസിസം, ഗാനരചന, അവിടെ മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്സ്, ഭാഷാപരമായ പരീക്ഷണങ്ങൾ, ഡ്രൈ ഇൻ്റലക്ച്വൽ ടോൺ,
വരണ്ട ഭൗതികമായ സ്വരം, തീവ്രമായ ആക്ഷേപഹാസ്യം, നഴ്സറി റൈം എന്നിവ ഉൾപ്പെടുന്നു. പിന്നെ എപ്പക് എന്ന വേർഡിൻ്റെ മീനിങ് യുഗം എന്നാണ്. ഈ യുഗത്തിലുള്ള ദ എറ ഓഫ് ഇൻഡിപെൻഡൻസിലുള്ള അല്ലെങ്കിൽ ദ മോഡേൺ എറയിലുള്ള പോയട്രികൾ ഒരു പുതിയ പദപ്രയോഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ടു ഡിസ്കവർ എ ന്യൂ ഇഡിയം. ഓക്കെ, സ്റ്റൈല്, ഡിക്ഷൻ, ടെക്നിക്ക്, ഇതിലൊക്കെ ഇംഗ്ലീഷ് അമേരിക്കൻ കവികളെയൊക്കെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കവിതയെ ആധുനികമാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ദെയർ മെയിൻ എയിം ഈസ് ടു മേക്ക് പോയട്രി മോഡേൺ. ഓക്കെ, ആധുനികത്തിലെ ഇൻഡോ ആംഗ്ലൻ പോയറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകളെ: ഡോ മോറിയസ്, നിസിം എസെക്കിയൽ, പി ലാൽ, കമലാദാസ്, കെ എൻ ദാരുവല്ല ആൻഡ് എ കെ രാമാനുജൻ. ഇവരൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ എറ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ദ മോഡേൺ എറയിലുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫേമസ് ഒക്കെ ആയിട്ടുള്ള ഒരു പോയറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കമലാദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. Kamala Das is the pioneer who gave clear, frank and straightforward expression to feminine sensibility in all its varied manifestations. In the respect, she enjoys a high place in Indian English poetry. Her poetry is confessional and autobiographical. An analysis of her poetry will enable us to understand her poetic art and the main themes of her poetry. Her poetic output is very slender and consists only 3 volumes: Summer in Calcutta, The Descendants, and The Old Playhouse and Other Poems. Her poetry is characterized by frankness, clarity, and openness. അപ്പം ഫെമിനൈൻ സെൻസിബിലിറ്റിയുടെ, സ്ത്രൈണ്യ സംവേദനക്ഷമതയുടെ, അതിൻ്റെ എല്ലാ വ്യത്യസ്ത പ്രകടനങ്ങളും, മാനിഫെസ്റ്റേഷൻ വേർഡ് മീനിങ് പ്രകടനം, വ്യക്തവും നേരായതുമായ ആവിഷ്കാരം നൽകിയ പോയറ്റാണ് കമലാ ദാസ്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ അവർക്കുള്ളത് ഒരു വലിയ സ്ഥാനമാണ്. അവരുടെ പോയട്രികൾ അതായത് കവിതകൾ കൺഫെഷനലും ഓട്ടോബയോഗ്രഫിക്കലുമാണ്. കുംഭസാരം പോലെയും ആത്മകഥാരൂപത്തിലുമാണ് അവരുടെ കവിതകളുള്ളത്. അവരുടെ കവിതകളുടെ വിശകലനം, അനാലിസിസ്, വിശകലനം, അവരുടെ പോയറ്റിക് ആർട്ടും, അതായത് അവരുടെ കാവ്യകല, അവരുടെ കവിതയും അവരുടെ മെയിൻ തീം, കവിതയുടെയൊക്കെ മെയിൻ തീമും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അവരുടെ കാവ്യാത്മകമായ ഔട്ട്പുട്ട് വളരെ നേർത്തതാണ്. അത് 3 വോള്യങ്ങളിലാണ് ഉള്ളത്: സമ്മർ ഇൻ കൽക്കട്ട, ദ ഡിസെൻഡൻസ് ആൻഡ് ദ ഓൾഡ് പ്ലേ ഹൗസ് ആൻഡ് അതർ പോയംസ്. ഈ 3 വോള്യങ്ങളിലാണ് അവരുടെ പോയംസ് ഉള്ളത്. അവരുടെ കവിതകളിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഫ്രാങ്ക്നെസ്സും ക്ലാരിറ്റിയും ഓപ്പൺനെസ്സുമാണ്. അതായത് അവരുടെ കവിതകളുടെ സവിശേഷത ഫ്രാങ്ക്നെസ്, സത്യസന്ധത, ക്ലാരിറ്റി, വ്യക്തത, ഓപ്പൺനെസ്, ഓപ്പണായിക്കൊണ്ട് തുറന്ന് പറയുന്ന തരത്തിലൊക്കെയാണ് അവരുടെ കവിതകളുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പോയട്രി എന്ന ഭാഗത്തിന് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് ഓരോ പോയട്രികളുടെയും വിശദാംശങ്ങളൊക്കെ അടങ്ങിയ ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് നിർത്തുകയാണ്. ബാക്കിയുള്ള ലെസൺസും കാര്യങ്ങളൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.